ഏറ്റവും അജിംസ് അവസാനം പറഞ്ഞൊരു പോയിന്റ്, നിങ്ങൾ കുറച്ച് വിയർക്കില്ല എന്നുള്ളത്. ആർക്കു മുന്നിലാണ് ഞങ്ങൾ വിയർക്കാനായിട്ട് പോകുന്നത്? ഇവിടെ ഈ പറയുന്ന കേരളത്തിന് പുറത്ത് ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോലും ധൈര്യമില്ലാതെ പരസ്പരം പോരടിച്ചു നിന്ന ആളുകൾ, പരസ്പരം അഴിമതി നടത്തിയിരുന്ന ആളുകൾ, പരസ്പരം ചെളിവാരി എറിഞ്ഞിരുന്ന ആളുകൾ, അവരൊരുമിച്ചൊരു തട്ടിക്കൂട്ട് മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് BJPക്കെതിരെ നേരിടാനായിട്ടെന്ന് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷം ഈ ഇന്ത്യ മഹാരാജ്യത്തെ നടപ്പിൽ വരുത്തിയിട്ടുള്ള പദ്ധതികളെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഗുണഭോക്താക്കളുടെ വീടുകളിലേക്ക് കയറി ചെന്ന് സമ്പർക്കം ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് മുൻപിലേക്ക് വോട്ട് ചോദിച്ചു പോകുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ഒരു സർക്കാർ അവർ കഴിഞ്ഞ 10 വർഷം നടപ്പിൽ വരുത്തിയ പദ്ധതികൾ തങ്ങളുടെ പ്രകടന പത്രികയിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിൽ ഏതൊക്കെ കാര്യങ്ങൾ നടപ്പിൽ വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ഇത്തരത്തിൽ ഇതിനു മുമ്പ് ഇന്ത്യ മഹാരാജ്യത്ത് പല രാഷ്ട്രീയ പാർട്ടികളും പ്രകടന പത്രികകൾ അടിച്ചിറക്കിയിട്ടുണ്ടെങ്കിലും ആ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിൽ വരുത്തിയ പ്രോഗ്രസ് റിപ്പോർട്ടുമായി ജനങ്ങൾക്ക് മുന്നിലേക്ക് പോകാനുള്ള ധൈര്യമില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ നടപ്പിൽ വരുത്തിയ പദ്ധതികളുമായി ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്.